തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള സകലരെയും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. നമ്മോടൊപ്പമുള്ളവരെ, നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരെ വിശുദ്ധീകരിക്കാൻ എത്രത്തോളം നാം ജാഗരൂകരായിരിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു തൻ്റെ പീഡാസഹനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. താൻ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നതുകൊണ്ട്, പിതാവെ, ഇവരൊന്നായിരിക്കേണ്ടതിന് അങ്ങിടയാക്കണമേ, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിലാരും നഷ്ടപ്പെട്ടില്ല. കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു പോകാതെ തമ്പുരാൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആവശ്യമായ ജാഗരൂകത നാം എത്രത്തോളം ഗൗരവമായി എടുക്കേണ്ടതാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ ലോകത്ത് ആയിരിക്കുന്ന ഓരോ നിമിഷവും ബാധ്യതയുള്ളത് നമ്മോട് കൂടെയുള്ളവരെ, അല്ലെങ്കിൽ നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരെ സത്യത്താൽ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈശോ പറയുന്നു, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. ശിഷ്യന്മാർക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മുടെ മുമ്പിലൊരു മാതൃക വരച്ചു കാട്ടുന്നുണ്ട്. അത് അവിടുന്ന് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണം. ആ വിശുദ്ധീകരണത്തിനായി സ്വയം സമർപ്പിക്കുന്നത് യേശു തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം സമർപ്പണത്തിലൂടെയാണ് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കേണ്ടത്, മറ്റുള്ളവരെ ദൈവസമക്ഷം നേടേണ്ടതെന്ന് വചനം നമ്മോട് പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഏറെ ഉള്ളപ്പോഴും അവരുടെ മുൻപിൽ നാം പറയുന്ന വാക്കുകൾ വിലയില്ലാത്തവയായി പോകുമ്പോഴും അവരെ നിലനിർത്തേണ്ടത് നമ്മുടെ ജീവിത സമർപ്പണം വഴിയാണ്. നാം എപ്രകാരമാണ് ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുന്നത്, എപ്രകാരമാണ് ദൈവത്തെ പ്രതി മറ്റുള്ളവരോട് ഇടപെടുന്നത്, എപ്രകാരമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്നത് എന്നതാണ് അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള ഉപാധി. ക്രിസ്തു തന്നെ കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും സത്യത്തിനെതിരായി നിൽക്കാതെ, വിട്ടുവീഴ്ചയില്ലാതെ ജീവിതത്തെ സമർപ്പിക്കുക വഴി, സ്നേഹിതരായി ശിഷ്യന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുക വഴി ക്രിസ്തു വെളിപ്പെടുത്തിയത് പിതാവിൻ്റെ സ്നേഹമാണ്. ആ പിതാവിൻ്റെ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കാൻ വേണ്ടി ക്രിസ്തു സ്വയം സമർപ്പിച്ചതുപോലെ ജീവിതത്തിനായിരിക്കണം നാം ഓരോരുത്തരുമെന്നാണ് വചനം ഇന്ന് നമ്മോട് പറയാം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണാം, നിങ്ങൾ നിങ്ങളുടെ അജഗണത്തെ പ്രതി എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് വചനം ഇന്ന് നമ്മോട് പറയുന്നു. എന്താണ് നാം പുലർത്തേണ്ട ജാഗരൂകത? നമ്മുടെ ജീവിത പ്രവൃത്തികൾ മറ്റുള്ളവരെ നേടാൻ വേണ്ടിയുള്ളതും അവർക്ക് വേണ്ടിയുള്ളതാണെന്നും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പരിമിതി ഇതാണ്. നാം വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരെ, അജഗണത്തെ പരിഗണിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അജപാലകരാണെന്ന ബോധ്യത്തോടെ, മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്ത് നിന്ന് അവർ നേരിടാനിടയുള്ള എല്ലാത്തരം പ്രലോഭനങ്ങളെയും പ്രതികൂലങ്ങളെയും അവർ ജയിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. സത്യത്തെ വളച്ചൊടിക്കുന്ന പലരും ഈ ലോകത്ത് വരും തൻ്റെ പിന്നാലെ എന്ന് ക്രിസ്തുവിനറിയാം. നാം ഇന്ന് ജീവിക്കുന്ന സഭാത്മകമായ ചുറ്റുപാടിൽ, സഭാസമൂഹത്തിനകത്ത് ഇത്തരം ചെന്നായ്ക്കളുടെ കടന്നുകയറ്റം നമുക്ക് കാണാൻ പറ്റും. അന്ധവിശ്വാസങ്ങളിലൂടെയും അപജയപ്രവർത്തികളിലൂടെയും വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അനേകർ. അവരിൽ നിന്ന് വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ആനുകാലിക ചുറ്റുപാടിൽ, വർത്തമാന സാഹചര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു തലമുറയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നത്? ആചാരബദ്ധമായൊരു ലോകം പടുക്കാൻ ഉദ്ദേശിക്കുന്ന ചുറ്റുപാടുകൾ, സഭയ്ക്കകത്ത് മതാത്മകത വർദ്ധിപ്പിക്കുകയും
യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ആചാരബദ്ധവും അടയാളസമൃദ്ധവുമായ അനുഷ്ഠാനങ്ങളിൽ ഊന്നിയ ഒരു ജീവിതം ഉയർന്നു വരുന്നു. മൂല്യം തകരുന്ന രീതിയിൽ പരസ്നേഹത്തിനെതിരായ പ്രവൃത്തികൾ കൂടുതലായി വരുന്നു. അതുകൊണ്ട് സഹോദരനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങളും മറ്റുള്ളവരോട് പോർ വിളിക്കുന്ന തരത്തിലുള്ള സ്വഭാവവിശേഷതകളും സഭാസമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നാം ഈ ലോകത്ത് ജീവിക്കുന്നത് സമരത്തിൻ്റെ മാർഗത്തിലല്ലെന്നും സഹനത്തിൻ്റെ മാർഗത്തിലാണെന്നും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളം പേർന്നവരായിട്ടാണ്, ആ സ്നേഹത്തിൻ്റെ പതാക പേർന്നവരായിട്ടാണ് ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള ചുറ്റുപാടുകൾ സഭയ്ക്കകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കാര്യസാധ്യത്തിന് വേണ്ടിയും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയുമൊക്കെ വിശ്വാസത്തെ വളച്ചൊടിക്കുന്നവരിൽ നിന്നും തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സമാകുന്ന വിഭാഗീയതയുടെ എല്ലാ ചാച്ചിലുകളിൽ നിന്നും സഭാസമൂഹത്തെ സംരക്ഷിക്കാൻ ജീവസമർപ്പണം വഴിയുള്ളൊരു നിലനിൽപ്പ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ജീവൻ അർപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ടും ഈ ലോകത്ത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി ജീവിക്കാൻ നാം എത്രത്തോളം ഉത്സുകരാകുന്നുവോ, എത്രത്തോളം ഉറപ്പുള്ളവരാകുന്നുവോ, അത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ നേടാൻ കഴിയും. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മാതൃക നൽകിയിട്ടുണ്ട് എന്ന് ശ്ലീഹ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് യേശുവിൻ്റെ വാക്കുകളുടെ അനുസ്മരണമാണ്. പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അറ്റം വരെ പോകുന്നത് ഈ സമർപ്പണത്തിൻ്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് മരണത്തിലേക്ക് പോകുമ്പോഴും ഭയക്കാതെ പോകുന്ന ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കാണുമ്പോഴും അതിനെ ഭയപ്പെടാതെ വിശ്വാസ സ്ഥിരതയോടെ സഹനങ്ങളെ നേരിടാനും പീഡകളെ നേരിടാനും മരണം വരെ നേരിടാനും തയ്യാറാകുന്നൊരു മനോഭാവത്തോടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്നേഹ കൂടെയുള്ളവരെ ബലപ്പെടുത്തുന്നു. നമുക്കും ഈ ജീവിത സാഹചര്യത്തിൽ അത്തരത്തിലൊരു ബാധ്യതയുണ്ട് അവരെന്നെ നേടാൻ വേണ്ടി എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ സത്യത്താൽ സകലരും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സമർപ്പണം ആനുകാലിക ലോകത്ത് നമ്മിലൂടെ പ്രകടമാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജാഗരൂകത ഫലവത്തായി തീരുക. അപ്പോഴാണ് വിശുദ്ധീകരണത്തിൻ്റെ അടയാളങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുക. കുരിശിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ടും ക്രിസ്തുമാർഗത്തിൽ പുരോഗമിച്ചുകൊണ്ടും ചുറ്റുപാടുമുള്ളവരെ വിശുദ്ധീകരിക്കുന്നവരായി അവരന് വേണ്ടി ജീവനർപ്പിക്കുന്നവരായി മാറാൻ ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.